യും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മലസഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ കോർക്കൂ, ആത്മീയതയുടെ ആഘോഷത്തിനായി. സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകരക്ഷകനായ യേശുനാഥൻ തൻ്റെ അപ്പസ്തോലന്മാരിൽ നിന്നും എന്തെങ്കിലും പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു അവസരം പീഡാനുഭവ രാത്രിയിലാണ്. അതും അവിടുന്ന് എല്ലാവരോടും ആവശ്യപ്പെട്ടില്ല. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവരോട് മാത്രമാണ് ആവശ്യപ്പെടുക. അവിടുത്തെ ആവശ്യം ഇതായിരുന്നു: നിങ്ങൾക്ക് എന്നോടൊത്ത് 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ സാധിക്കുകയില്ലേ എന്ന്. ഒരു പ്രവർത്തനനിരതമായൊരു മണിക്കൂറിന് വേണ്ടിയല്ല ആ വേദനയുടെ രാത്രിയിൽ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് ആവശ്യപ്പെടുക, മറിച്ച് സ്നേഹ ഐക്യത്തിൻ്റെ ഒരു മണിക്കൂർ, സ്നേഹ ഐക്യത്തിൻ്റെ ഒരു മണിക്കൂറിന് വേണ്ടി കൊതിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ, ദൈവകുമാരൻ്റെ, യേശു ക്രിസ്തുവിൻ്റെ ആ ആവശ്യം നാം അവിടെ കാണുകയാണ്. മനുഷ്യ സാമീപ്യം കൊതിക്കുന്ന ഒരു ദൈവം മനുഷ്യ ചരിത്രത്തിലെ ആദ്യ അനുഭവമാണെന്നാണ് തോന്നുക. നിന്റെ സാമീപ്യം കൊതിക്കുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു. നീ എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും നിന്റെ സാമീപ്യം കൊതിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അത് മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവാണ്. ഇനി എന്തേ മനുഷ്യ മക്കളോട് അവിടുന്ന് തന്നോട് ചേർന്നിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു? അതും ഈ ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനും അനുഭവിക്കാത്ത വേദനയിലൂടെ കടന്നു പോയ രാത്രിയിൽ, മക്കളെ, നിങ്ങൾ എന്നോടൊത്ത് 1 മണിക്കൂർ. മനുഷ്യനെ സൃഷ്ടിച്ച, മനസ്സിനെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിനറിയാം മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകത. നാം എന്തിനെ തുറിച്ചു നോക്കുന്നുവോ, നാം എന്ത് കണ്ടുകൊണ്ടിരിക്കുന്നുവോ, എന്തിനോട് ചേർന്നിരിക്കുന്നുവോ, സാവകാശം അതിനെ ഇഷ്ടപ്പെടും, അതുമായി ഒന്നായി ചേരും. അപ്പം സർവശക്തനായ ദൈവം യേശു ക്രിസ്തു ഇന്നും എന്നും മനുഷ്യ മക്കളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് തന്നോട് ചേർന്നിരുന്ന് തൻ്റെ ആ ദൈവികതയിൽ, തൻ്റെ ആ സമാധാനത്തിൽ, വിശുദ്ധിയിലൊക്കെ പങ്കുചേർന്ന് രക്ഷ അനുഭവിക്കണം. അതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയാകുന്ന തിരുമണിക്കൂർ, വിശുദ്ധ കുർബാനയാകുന്ന യേശു ക്രിസ്തു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക, മക്കളെ, എന്നോട് ചേർന്നിരിക്കുക. ഒരു വ്യക്തി യേശുവിനെ, ലോകരക്ഷകനെ, തൻ്റെ തന്നെ രക്ഷകനെ, ദൈവത്തെ ഉപേക്ഷിക്കുക,
പരിശുദ്ധ കുർബാനയോടുള്ള ദിവ്യകാരുണ്യ അപ്പത്തോടുള്ള സ്നേഹം ഇല്ലാതാകുമ്പോഴാണ്. ഇതിന് തെളിവ് വിശുദ്ധ ഗ്രന്ഥം തന്നെ നൽകുന്നുണ്ട്. ഏറ്റവും നല്ല തെളിവ് യൂദാസിൻ്റെ അനുഭവമാണ്. യൂദാസിൻ്റെ പരാജയ കാരണം പണക്കൊതിയാണെന്ന് നാം ഒക്കെ കരുതുക. എന്നാൽ ദ്രവ്യാശ വളരെ അപൂർവമായി മാത്രമേ വീഴ്ചയ്ക്കും പരാജയത്തിനും കാരണമാകാറുള്ളൂ എന്ന് ചരിത്രം പഠിപ്പിക്കുക. പണത്തോടുകൂടി പ്രതാപത്തോടുകൂടി സഭയിൽ പലരും നിലനിന്നതിന് ചരിത്രമാണ് സാക്ഷി. യൂദാസിൻ്റെ പതനത്തിൻ്റെ ആരംഭവും അവസാനവും ദിവ്യകാരുണ്യത്തെ ചുറ്റിപ്പറ്റിയ, ദിവ്യകാരുണ്യത്തെപ്പറ്റി ആദ്യമായി ഈശോ ലോകത്തോട് പറഞ്ഞ് അറിയിച്ച യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൻ്റെ അവസാനമാണ്. തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരാണെന്ന് അവിടുത്തേക്ക് മനസ്സിലായി അവിടുന്ന് ശിഷ്യരോട് പറയുക, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, അതിൽ ഒരുവൻ പിശാച. വചനം പറയുന്നു, തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് കറിയോത്തായെ കുറിച്ചാണ് കർത്താവ് അത് പറഞ്ഞത് എന്ന്. അപ്പോൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, താനാകുന്ന അപ്പത്തെക്കുറിച്ച്, അപ്പമായ രക്ഷകനായ യേശു ക്രിസ്തു മനുഷ്യ മക്കളോട് പറഞ്ഞ ആ ക്ഷണത്തിൽ യൂദാസിൻ്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞു. യൂദാസിൻ്റെ പതനം, ആ വീഴ്ച പൂർത്തിയായത് യേശുനാഥൻ ലോകചരിത്രത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച അവസരം നിമിഷത്തിലാണ്, ആ രാത്രിയിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലുണ്ട്. അപ്പക്കഷണം സ്വീകരിച്ച ഉടനെ യൂദാസ് പുറത്തുപോയി. മത്തായിയുടെ സുവിശേഷം 27 യൂദാസിൻ്റെ അന്ത്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മനുഷ്യരക്ഷകനായ ദൈവമായ മിശിഹായുമായുള്ള നമ്മുടെ ഐക്യത്തിന് ദിവ്യകാരുണ്യം ഏറ്റവും ആവശ്യമാണ്. സുവിശേഷത്തിൽ അതേപ്പറ്റി അറിയിച്ചപ്പോൾ അത് തൻ്റെ അനുയായികളുടെ വിശ്വസ്തതയുടെ ഉരകല്ലായിട്ട് മാറുകയാണ്. യേശുനാഥൻ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് താനാകുന്ന അപ്പത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ കേന്ദ്ര ആശയവും സന്ദർഭവുമാണ് അവിടെയുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അപ്പം വർദ്ധിപ്പിച്ച് അനേകായിരങ്ങളെ തീറ്റിപ്പോറ്റുന്ന മഹാ അത്ഭുതത്തോടു കൂടി. അപ്പം അതുകൊണ്ട് തന്നെ അതിന് തൊട്ടടുത്ത ദിവസം അനേകം പേര് കർത്താവ് പ്രവർത്തിച്ച ഈ അത്ഭുതത്താൽ ആകർഷിക്കപ്പെട്ട് യേശുവിനെ തേടി വന്ന് യേശുവിനെ ചുറ്റും കൂടി. യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവർ ചോദിക്കുക, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിക്കുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, മറിച്ച് അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തേടി വന്നത്. എന്നിട്ട് രക്ഷകനായ ഈശോ മനുഷ്യകുലത്തോട് അരുളി ചെയ്യുന്ന കാര്യമിതാ, മക്കളെ, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. കർത്താവ് അങ്ങ് തുടരുകയാണ്. അങ്ങനെ തുടരുമ്പോൾ കേൾവിക്കാരായ ജനസമൂഹം അവിടുത്തോട് ചോദിക്കുക, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഈശോയുടെ മറുപടി ശ്രദ്ധേയമാണ്. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കണം. നിങ്ങൾ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഉടനെ ജനം ചോദിക്കുക കർത്താവിനോട്, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക?
എന്താ അവരുടെ ചോദ്യം? ഞങ്ങൾ കണ്ട് നിന്നിൽ വിശ്വസിക്കണം, അതിനു വേണ്ടി നീ എന്ത് അടയാളമാണ് ചെയ്യുക, എന്താ നീ പ്രവർത്തിക്കുക? എന്നിട്ട് പഴയ നിയമകാലത്ത് ദൈവം തൻ്റെ ജനത്തിന് മന്നയും കാടപ്പക്ഷിയും അയച്ചു കൊടുത്തതിനെക്കുറിച്ച് അവർ പറയുക. ഈശോ അതിന് മറുപടി കൊടുക്കുന്നത് ഇതാ: എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം നൽകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഒരു അപ്പമുണ്ട്. നാം അപ്പം ഭക്ഷിച്ച് ജീവിക്കുന്നവരാ. പക്ഷെ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു അപ്പത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു അപ്പത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞത് ഇതാ: ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരപ്പം. അങ്ങനെ ഒരേ ഒരപ്പമേ മനുഷ്യ ചരിത്രത്തിലുള്ളൂ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്ന അപ്പം. ഈ അച്ഛൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ ഇറങ്ങി വരുന്ന ഒരപ്പം അത് ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ടത് കർത്താവായ യേശുവാകുന്ന അപ്പത്തിൽ മാത്രമാണ്. ഒരപ്പം ഇറങ്ങി വരണമെങ്കിൽ അതിന് ജീവനുണ്ടാകണം, അതിന് നടക്കാൻ സാധിക്കണം, അതിന് സംവദിക്കാൻ സാധിക്കണം, മാറിയിരിക്കാൻ സാധിക്കണം. അങ്ങനെയല്ലേ ജീവൻ്റെ ലക്ഷണം? കർത്താവ് പറഞ്ഞ കാര്യം ഇതാ: സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവൻ നൽകുന്ന അപ്പം. അത് അപ്പോൾ കേൾവിക്കാര് ഈശോയോട് പറഞ്ഞ കാര്യം ഇതാ: ആ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ എന്ന്. ഇങ്ങനെ ഇറങ്ങി വന്ന് ലോകത്തിന് ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു അപ്പമുണ്ടെങ്കിൽ ആ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് നൽകണം. അത് ന്യായമായ ആവശ്യമാണ്. മനുഷ്യൻ എന്നും അപ്പത്തിന് വേണ്ടിയാണല്ലോ ജീവിക്കുക. അപ്പോൾ യേശു പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. അതാ പറയുന്നത്, എൻ്റെ അടുത്ത് വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഈശോ ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന താനാകുന്ന അപ്പത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ കേൾവിക്കാർ പെറുപെറുക്കാൻ തുടങ്ങി. ഒരിക്കലുമില്ലാത്ത പതിവിലേറെ വലിയ ജനസഞ്ചയം കർത്താവിന് ചുറ്റുമുണ്ട്. ജനം പെറുപെറുക്കാൻ തുടങ്ങി. ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമെന്ന്, ഞാനാണ് ജീവൻ്റെ അപ്പമെന്ന്, എന്നെ ഭക്ഷിക്കണമെന്ന്, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല എന്ന്, ഇങ്ങനെയൊക്കെ ഈശോ മുന്നോട്ട് പറഞ്ഞു പോകുമ്പോൾ കേൾവിക്കാർ പെറുപെറുക്കാൻ തുടങ്ങി. പെറുപെറുക്കുകയാണ്. ഈശോ പറഞ്ഞു, നിങ്ങൾ പെറുപെറുക്കേണ്ട കാര്യമില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. ഈശോ അങ്ങനെ തുടർന്നു പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 47-ാം തിരുവചനം ഇതാ: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആർക്കാ നിത്യജീവനുള്ളത്? വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇനി ഈശോ പറയുക, എന്ത് വിശ്വസിക്കുന്നവനാ നിത്യജീവനുള്ളത്? ആരിൽ വിശ്വസിക്കുന്നവനാ നിത്യജീവനുള്ളത്? ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്താണ് നീ വിശ്വസിക്കേണ്ടതെന്ന് അവിടെ നിന്ന് പറയുക. ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഈ അച്ഛൻ നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളായ നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നാം ലോകരക്ഷകനായ മനുഷ്യരക്ഷകനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ നാം വിശ്വസിക്കേണ്ടത് ഇതാ: എൻ്റെ ദൈവമായ ഈശോ, എൻ്റെ രക്ഷകനായ ഈശോ ജീവൻ്റെ അപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കണം. വിശ്വസിച്ചേ പറ്റും. അതിൻ്റെ അർത്ഥം എന്നതാ? എൻ്റെ ഈശോ ദൈവമാണെന്ന് മാത്രം വിശ്വസിച്ചതുകൊണ്ട്, എൻ്റെ ഈശോ ലോകരക്ഷകനാണെന്ന് മാത്രം വിശ്വസിച്ചതുകൊണ്ട് ഞാനും നീയും രക്ഷ അനുഭവിക്കാൻ പോകുന്നില്ലെന്ന്. ഇങ്ങനെ പറയുമ്പോൾ സഹോദരങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നൊരു ചിന്തയുണ്ടാവും. അപ്പസ്തോലൻ്റെ വാക്കുകൾ. അപ്പസ്തോലൻ്റെ വാക്കുകൾ എന്താ? റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പസ്തോലൻ പറയുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ നിൽക്കുന്ന അച്ഛനോട്
അപ്പസ്തോലൻ അത് പറയേണ്ട കാര്യമുണ്ടോ? നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് എന്നോട് പറയേണ്ട കാര്യമില്ല. കാരണം ഒരു ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചത് അച്ഛനാ വിശ്വാസം ലഭിച്ചത്. പിന്നെ യേശുവിൽ വിശ്വസിക്കുന്ന നമ്മോട് യേശു തന്നെയാ നിത്യരക്ഷ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്താ വിശ്വസിക്കേണ്ടത്, എന്തിലാ വിശ്വസിക്കേണ്ടത് എന്ന് പറയുന്നത്. അതിതാ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. എന്നിട്ട് കർത്താവ് തുടരുന്നത് കണ്ടില്ലേ? മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. എത്ര മനോഹര തിരുവചനം! തന്നെ തൻ്റെ മക്കൾ മനുഷ്യരും ഭക്ഷിച്ച് രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം, തൻ്റെ മകനെ ഭക്ഷിച്ച് നിത്യജീവൻ അവകാശമാക്കണം, നിത്യമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവ്. അങ്ങനെ ഒരു പിതാവായ ദൈവമുണ്ട്, അപ്പമായിട്ട് വന്ന പുത്രനായ ദൈവമുണ്ട്, ഇതെല്ലാം പ്രാവർത്തികമാക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമുണ്ട്. അപ്പം ഈശോ പറഞ്ഞ കാര്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേക്കുറിച്ച് കേൾവിക്കാരുടെ ഇടയിൽ വലിയ അസ്വസ്ഥതയായി പെറുപെറുപ്പായി അനേകർ എഴുന്നേറ്റ് വിട്ടുപോകുക സമൂഹത്തിൽ നിന്ന്. ഇവനെ വിശ്വസിക്കാൻ പറ്റുകയില്ല, ഇവനെങ്ങനെയാ തൻ്റെ ശരീരം ഭക്ഷിക്കാൻ നൽകാൻ സാധിക്കുന്നത്, ഇവനെങ്ങനെയാ തൻ്റെ രക്തം കുടിക്കാൻ നൽകാൻ സാധിക്കുക? ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. അവരെഴുന്നേറ്റ് പോവുകയാണ്. നിത്യജീവൻ്റെ അപ്പം, യേശുവാകുന്ന അപ്പം ജനക്കൂട്ടത്തെ ഭിന്നിപ്പിക്കുക. ജനക്കൂട്ടം മുഴുവൻ എഴുന്നേറ്റ് പോയി. പിന്നെ എത്ര പേര് അവിടെ ഉള്ളത്? യേശുവിന് ചുറ്റും എപ്പോഴും ഒരു ശിഷ്യഗണമുണ്ടായിരുന്നു. നമുക്കൊരു 72 പേര്. ഇവരെയാണ് ഈശോ ഈ 2 പേരായിട്ട് ഓരോ ഗ്രാമത്തിലേക്ക് തൻ്റെ നാമത്തിൽ പ്രവർത്തിക്കാനും തന്നെ പ്രസംഗിക്കാനുമായിട്ട് പറഞ്ഞു വിട്ടത്. ഈശോ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഒരേ കാര്യം. ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവർ പിറുപിറുത്ത് തുടങ്ങി, ഇത് കഠിനമാണ്, ഈ പറയുന്ന വചനം കഠിനമാണ്, ഇവൻ എങ്ങനെയാ ഇവൻ്റെ ശരീരം ഭക്ഷിക്കാൻ തരാം, ഇവൻ എങ്ങനെയാ തൻ്റെ രക്തം പാനം ചെയ്യാൻ കുടിക്കാൻ തരാൻ സാധിക്കുക? അവർ പിറുപിറുക്കുന്നുവെന്ന് മനസ്സിലാക്കിയിട്ട് കർത്താവ് പറഞ്ഞ കാര്യം ഇതാ, ആത്മാവാണ് ജീവൻ നൽകുന്നത് മക്കളെ, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. ഈ തിരുവചനത്തെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഈശോ പറഞ്ഞത്, ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഏത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാ ആത്മാവും ജീവനുമാണെന്ന് ഈശോ പറഞ്ഞത്? ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന് പറഞ്ഞു. ആ 72 പേര് ശിഷ്യന്മാർ കുറേ പേര് വിട്ടുപോയെന്ന് തിരുവചനം തുടർന്ന് പറയുക. അവരെല്ലാവരും വിട്ടുപോയി. പിന്നീട് ഒരിക്കലും അവർ യേശുവിന് കൂടെ നടന്നിട്ടില്ല. യേശുവിനോട് കൂടി അവർ പിന്നീട് ഒരിക്കലും നടന്നിട്ടില്ല. അവസാനം 12 പേര് മാത്രമായി. ശരിക്കും ഈ ലോക ചരിത്രത്തിൽ ഒരു പരാജയപ്പെട്ട നേതാവിനെ പോലെ വലിയൊരു ജനസഞ്ചയം വന്നു കൂടിയിട്ട്, ഞാനാണ് ജീവൻ്റെ അപ്പം, ഇതാണ് നീ വിശ്വസിക്കേണ്ടത്, ജീവൻ്റെ അപ്പം ഞാനാണെങ്കിൽ നീ അത് വാങ്ങി ഭക്ഷിക്കണം നിത്യജീവന്, എൻ്റെ രക്തം പാനീയം നീ അത് വാങ്ങി കുടിക്കണം നിത്യജീവന് എന്ന് പറഞ്ഞ് ജനസഞ്ചയത്തെ മുഴുവൻ പറഞ്ഞു വിട്ട കർത്താവ്, ശിഷ്യരെ പറഞ്ഞു വിട്ട കർത്താവ്, അവസാനം 12 പേര് മാത്രമായി അവരുടെ മുമ്പിൽ പരാജിതനെ പോലെയാണോ വിജയശ്രീലാളിതനെ പോലെയാണോ ഗുരു നിൽക്കുക? അവിടുന്ന് ആ ശിഷ്യരോട് അപ്പസ്തോലന്മാരോട് ചോദിക്കുക, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞ അടിസ്ഥാന വിശ്വാസ സത്യമാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഈ ലോകചരിത്രത്തിൽ, മനുഷ്യചരിത്രത്തിൽ തന്നെ അപ്പമാക്കി വിളമ്പിയ മറ്റൊരു നേതാവില്ല. തൻ്റെ അനുയായികളുടെ എല്ലാ വിശപ്പിനുമുള്ള പരിഹാരമായി തന്നെ പകുത്തു നൽകിയ മറ്റൊരു നേതാവില്ല, മറ്റൊരു ദൈവമില്ല. അപ്പസ്തോലന്മാർ, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു, പോകാം. പത്രോസ് അപ്പസ്തോലനാ പറഞ്ഞത്, ഞങ്ങൾ എങ്ങോട്ട് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. അപ്പോഴാണ് ഈശോ പറഞ്ഞത്,
നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, അതിലൊരുവൻ പിശാച, യൂദാസ് കറിയോത്തായെക്കുറിച്ച്. പ്രിയ ദൈവജനമേ, കർത്താവ് ഇന്നും നമ്മോട് പറയുക, നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കേണ്ടത് രക്ഷകനായ ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന്. ദൈവമായ ഞാൻ യേശു ക്രിസ്തു ജീവൻ്റെ അപ്പമാണെന്ന്. ദൈവത്തിൻ്റെ പുത്രനായ ദൈവമായ യേശു ക്രിസ്തു ജീവൻ്റെ അപ്പമാണെന്ന്. ഇതാ അടിസ്ഥാന വിശ്വാസം. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ആത്മാർത്ഥമായിട്ട് പരിശോധിച്ച് നോക്കാം. ഈ ദിവ്യകാരുണ്യമാകുന്ന അപ്പത്തോടുള്ള നമ്മുടെ മനോഭാവങ്ങളെ പരിശോധിച്ച് നോക്കാം. ഞാൻ എങ്ങനെയുള്ള യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. യേശു സത്യമായും ഈ അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. യേശു കൈകളിലെടുത്തല്ലേ പറഞ്ഞത്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന്. ലൂക്കായുടെ സുവിശേഷം 13 അധ്യായത്തിലുണ്ട്. യേശുനാഥൻ ഏറ്റവും അധികമായിട്ട് ആഗ്രഹിച്ച ദിവസം ഏതാണെന്ന് അവിടുന്ന് പറയുക, ഞാൻ നിങ്ങളോടൊത്ത് ഈ പെസഹ ഭക്ഷിക്കാൻ അതിയായിട്ട് ആഗ്രഹിച്ചു. ഏതു പെസഹയാണ്? ഇതിനു മുമ്പ് നമ്മുടെ കർത്താവ് 32 പെസഹകൾ ആചരിച്ച് കഴിഞ്ഞിരിക്കുക. 32 പെസഹകൾ. പിന്നെ ഈ 33ാമത്തെ പെസഹ, ഈ പെസഹയുടെ പ്രത്യേകത എന്നതാ? ഇവിടെയാണ് ഈശോ അപ്പം കൈകളിലെടുത്ത് വീഞ്ഞ് കൈകളിലെടുത്ത് ഇതെൻ്റെ ശരീരമാണ്, ഇതിൻ്റെ രക്തമാണെന്ന് ലോകത്തോട് അരുളി ചെയ്തത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ടത്. അതാ വിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങൾ, അതാ ദിവ്യകാരുണ്യത്തിൻ്റെ നിമിഷങ്ങൾ. ആദിമ ക്രൈസ്തവ മക്കൾക്ക് യേശുവിൻ്റെ വചനം മാത്രം മതിയായിരുന്ന തെളിവായിട്ട് ഈശോ പറഞ്ഞോ, എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കുക. ഈ ക്രിസ്തു മതത്തിൻ്റെ, യേശു വിശ്വാസത്തിൻ്റെ ആരംഭം മുതൽ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ ആചാരമായിരുന്ന, അനുഷ്ഠാനമായിരുന്ന വിശുദ്ധ ബലിയർപ്പണം, വിശുദ്ധ കുർബാന എന്താണെന്ന് നമ്മുടെ പൂർവികർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കിക്കൊണ്ട് ഞായറാഴ്ച ദിവസം കടന്നു വരാനും ബലിയർപ്പിക്കാനും നമ്മുടെ പൂർവികർ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിച്ചിരുന്നു. സഭാചരിത്ര പുസ്തകമായ ഡിഡാക്കയിലെ ക്രിസ്തുവർഷം 304 ഫെബ്രുവരി 12-ാം തീയതി കാർത്തേജിലെ റോമൻ ഗവർണറുടെ മുമ്പിൽ 31 പുരുഷന്മാർ 18 സ്ത്രീകൾ ഹാജരാക്കപ്പെടുന്ന ഒരു ചരിത്രമുണ്ട്. ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞയ്ക്ക് വിരുദ്ധമായി ഒരുമിച്ച് കൂടുകയും വിശുദ്ധ കുർബാന ആഘോഷിക്കുകയും ചെയ്തു എന്നതായിരുന്നു അവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം. ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് ചക്രവർത്തിയുടെ ആജ്ഞ ധിക്കരിച്ചുവെന്ന് ഗവർണറുടെ ചോദ്യത്തിന് ആ പൂർവ്വപിതാക്കന്മാർ മറുപടി കൊടുക്കുകയാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. ഞായറാഴ്ച ദിവസം ഒരുമിച്ച് വരാതിരിക്കാനോ വിശുദ്ധ കുർബാന ആഘോഷിക്കാതിരിക്കാനോ ഞങ്ങൾക്ക് സാധ്യമല്ല. വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവനില്ല. അതായിരുന്നു അവരുടെ മറുപടി. വിശുദ്ധ കുർബാന അവർക്ക് വെറുമൊരു ചടങ്ങോ കട തീർക്കൽ മാത്രമോ ആയിരുന്നില്ല. സർവശക്തനായ ദൈവത്തിന് മനുഷ്യകുലത്തോടുള്ള നിന്നോടുള്ള സ്നേഹം മുഴുവൻ ഘനീഭവിച്ചതാണ് വിശുദ്ധ കുർബാന. അതാ ദിവ്യകാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദിവ്യകാരുണ്യത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ, താൻ സ്നേഹിച്ച ശിഷ്യരോട് എന്തെങ്കിലും ക്രിസ്തുനാഥൻ തൻ്റെ ഈ ലോക ജീവിതത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ലോക ജീവിതത്തിൽ താൻ ഏറ്റവും അധികം വേദന സഹിച്ച ആ ഗെത്സേമൻ പ്രാർത്ഥനാ വേളയിൽ, രക്തം വിയർത്ത് പ്രാർത്ഥിച്ച വേളയിൽ, നിങ്ങൾക്ക് എന്നോടൊത്ത് 1 മണിക്കൂർ, നിങ്ങൾക്ക് എന്നോടൊത്ത് 1 മണിക്കൂർ, അതാ വിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങൾ. എന്താ ആ നിമിഷം നല്ല ദൈവം ഇത് മനുഷ്യനോട് ആവശ്യപ്പെടുക?
ദൈവത്തിന് മനുഷ്യനോടുള്ള നിന്നോടുള്ള സ്നേഹം മുഴുവൻ അപ്പത്തിൻ്റെ രൂപത്തിൽ ഘനീഭവിച്ച രാത്രിയാണത്. കർത്താവിൻ്റെ ജീവിതം മുഴുവൻ ഈ ഒരു രാത്രിക്ക് വേണ്ടിയായിരുന്നു അവിടുന്ന് സൂക്ഷിച്ചു വെച്ചത്. അതല്ലേ അവിടുന്ന് പറയുക, എനിക്ക് നിങ്ങളോടൊത്ത് ഈ പെസഹ ഭക്ഷിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് ലൂക്കായുടെ സുവിശേഷം 22 നാം അത് കാണുക. അതിയായി ആഗ്രഹിച്ച രാത്രി, ദൈവപുത്രൻ തൻ്റെ ഈ ലോക ജീവിതത്തിൽ അതിയായി ആഗ്രഹിച്ചത് അങ്ങനെ ഒരേ ഒരു രാത്രിയാണ്. തൻ്റെ കുരിശുമരണമല്ലല്ലോ അവിടുന്ന് അതിയായി ആഗ്രഹിച്ചത്, തൻ്റെ ഉയർപ്പാണോ ആഗ്രഹിച്ചത്? അതല്ല അവിടുന്ന് അരുളി ചെയ്തത്. അവിടുന്ന് ആഗ്രഹിച്ചത് ഈ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം എന്ന നിമിഷമാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, മനുഷ്യൻ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കൊതിയോടെ നൂറ്റാണ്ടുകളായി കാത്തിരുന്നത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായിരുന്നു. ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ചരിത്രം പറയുന്നു, ചരിത്ര ഗ്രന്ഥകാരന്മാർ പറയുന്നു, അന്ന് അങ്ങനെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഒരു ലോകരക്ഷകൻ വന്ന് പിറക്കുമെന്ന്, മനുഷ്യനായി അവതരിക്കുമെന്ന്. ആ ഒരു വിശ്വാസം പേറിപ്പോന്ന ജനം ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് പ്രതീക്ഷിച്ചിരുന്നത് അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അത് ആദ്യത്തെ ക്രിസ്മസോടുകൂടി സംഭവിക്കുക. പക്ഷേ സർവശക്തനായ ദൈവം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അപ്പമായിട്ട് അവതരിച്ച രാത്രിയാണ് ആ പെസഹ രാത്രി. ദൈവം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും അതിയായി ആഗ്രഹിച്ചതും ആഗ്രഹിക്കുന്നതും ഇന്നും താനാകുന്ന അപ്പത്തോട് ചേർന്ന് മനുഷ്യൻ ആയിരിക്കണമെന്ന്. അതല്ലേ സർവശക്തനായ ദൈവം 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യനോട് ഉയർത്തിയ ഒരേ ഒരു യാചന, നിങ്ങൾക്ക് എന്നോടൊത്ത് 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ സാധിക്കുകയില്ലേ എന്ന്. ആ യാചന ഇന്നും നമ്മുടെ ചുറ്റും അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. അതിന് പ്രത്യുത്തരം നൽകുകയാണ് അപ്പമായി അവതരിച്ച് നമ്മുടെ ദൈവാലയങ്ങളിൽ സക്രാരികളിൽ കുടികൊള്ളുന്ന ആ നല്ല തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ കാലത്തേക്കുമുള്ള മനുഷ്യനോട് ആ പറഞ്ഞ യാചന, ദൈവത്തിൻ്റെ ആവശ്യം, അതിന് ഉത്തരം കൊടുക്കുകയാണ്. ഈ അപ്പത്തിൽ ഭാഗവാക്കുകളാകുന്നവർ അവരുടെ ജീവിതത്തിൽ വരുത്തേണ്ട പ്രത്യേകതകൾ, മാറ്റങ്ങൾ, യേശുവിൻ്റെ അതേ പ്രത്യേകതയിലേക്ക് മനുഷ്യകുലം വളരണം. വിശുദ്ധ കുർബാനയുടെ ഈ അപ്പത്തിൻ്റെ അരൂപി എന്താ? യേശുനാഥൻ ഈ അപ്പം, താനാകുന്ന അപ്പം, ആ അപ്പത്തെ താനായിട്ട് രൂപാന്തരപ്പെടുത്തുന്നതിന് മുൻപ്, താൻ അപ്പമായിട്ട് അവതരിക്കുന്നതിന് മുമ്പ് ചെയ്ത 2 പ്രവൃത്തികൾ. അതിൽ ആദ്യത്തെ കാര്യം ഇതാണല്ലോ, പാദം കഴുകുന്ന കാര്യം. പാദം കഴുകുകയാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകേണ്ടിയിരിക്കുന്നുവെന്ന്. അതാ കർത്താവ് പറഞ്ഞത്. വിശുദ്ധ കുർബാനയുടെ അരൂപി അതാ. നിസ്വാർത്ഥമായ സ്നേഹവും വിനീതമായ ശുശ്രൂഷയും. തങ്ങളെ തന്നെ പങ്കുവെച്ചു കൊടുക്കാൻ തയ്യാറാകുന്ന മാതാപിതാക്കൾക്ക്, ഭാര്യാഭർത്താക്കന്മാർക്ക്, മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, അയൽവാസികൾക്ക് മാത്രമേ ഈ ബലി അർപ്പിക്കാൻ അവകാശമുള്ളൂ എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുക. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശോധിക്കാം. ഈ അപ്പത്തിനടുത്ത് ഇരുന്നിട്ട് ആ അപ്പത്തിൻ്റെ സ്വഭാവ പ്രത്യേകതകൾ സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാനുള്ള വിശ്വാസത്തിൻ്റെ ആഴം നമുക്കുണ്ടോ എന്ന് ദൈവം അതാ ചോദിക്കുക. വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ അരൂപി നിസ്വാർത്ഥമായ സ്നേഹമാണ്, വിനീതമായ ശുശ്രൂഷയാണ്. എളിമയുടെ അടിത്തട്ടിലേക്ക് താഴ്ന്നിറങ്ങി സ്വർഗത്തിൻ്റെ ഏറ്റവും മുകൾത്തട്ടിലേക്ക് ഉയർന്ന് പോകുന്ന ദിവ്യ അനുഭവമാണ് വിശുദ്ധ കുർബാനയുടെ അനുഭവം, വിശുദ്ധ കുർബാനയുടെ അരൂപി. ഇതാണ് മനുഷ്യകുലത്തിൽ, മനുഷ്യ ജീവിതത്തിൽ, അവൻ്റെ ഭവനത്തിൽ, അവൻ്റെ സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഒന്നു മാത്രമാണ്. യേശുവാകുന്ന അപ്പം, യേശുവാകുന്ന ചൈതന്യം, യേശുവാകുന്ന അപ്പം ഭക്ഷിച്ച് നമുക്കും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, ലോകത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നേടാം. അച്ഛൻ പറഞ്ഞല്ലോ, സർവശക്തനായ ദൈവത്തിന് ഈ പ്രപഞ്ചത്തോടും ലോകത്തോടും മനുഷ്യകുലത്തോടും നിന്നോടുമുള്ള തൻ്റെ സ്നേഹം മുഴുവൻ ഘനീഭവിച്ചതാണ് ദിവ്യകാരുണ്യമാകുന്ന അപ്പമെന്ന്.
നിനക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ ഒരേ ഒരു അപ്പമാണ്. വിശുദ്ധ കുർബാനയുടെ ആ ചൈതന്യത്തിലേക്ക്, അരൂപിയിലേക്ക് നമുക്കും വളരാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും, ലോകം മുഴുവനെയും ആശീർവദിക്കുകയും